ആത്മകാരകത്വം തന്നെ സൂര്യനാണ് ജ്യോതിഷത്തില്. സൂര്യന്റെ ബലം തീരെ ഇല്ലാത്ത അവസ്ഥ ആർക്കും ഉണ്ടാകില്ല. മുഖത്തെ പ്രകാശം തന്നെ ഏറ്റവും പ്രധാനം. ഈ സൂര്യനും ശനിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സൂര്യന്റെ മകനാണ് ശനി എന്നാ പറയാ. സൂര്യനും ശനിയും ശത്രുക്കളാണ്. ഇപ്പൊ ശനിയുടെ മന്ത്രം ജപിച്ചതുകൊണ്ട് സൂര്യന്റെ ബലം വർദ്ധിപ്പിക്കാൻ കഴിയില്ല. കുന്തിദേവി ദിവസവും പ്രാർത്ഥിക്കായിരുന്നു, ഭഗവാനെ എനിക്ക് ദുഃഖം തരണേന്ന്. ആദിത്യോപാസന എന്നും നടത്തുന്നതല്ലാണ്. ഇപ്പം ഞായറാഴ്ചകളിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു എന്ന് മാത്രം. ആദിത്യൻ്റെ മന്ത്രങ്ങൾ ജപിക്കാം, അന്ന് വ്രതവും ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാകാം. ഇതൊക്കെ ആരോഗ്യത്തിന് വളരെ സഹായകമാണ്. ആദിത്യനും ആരോഗ്യവും തമ്മിൽ എന്താ ബന്ധം? എനർജി തരുന്നത് സൂര്യനാണെന്ന് ഞാൻ പറഞ്ഞു. എനർജി ഇല്ലെങ്കിൽ ആരോഗ്യം ഇല്ലാത്ത അവസ്ഥയായി. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിൽ വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിൻ്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷനും ഭാഗവത ആചാര്യനുമായ ശ്രീ ജയശങ്കർ സാറാണുള്ളത്. സർ, നമസ്കാരം. നമസ്തേ. ജ്യോതിഷത്തിൽ ആദിത്യനെ ഗ്രഹങ്ങളുടെ രാജാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ആദിത്യനെ ബേസ് ചെയ്തിട്ടാണല്ലോ എല്ലാ ഗ്രഹഫലങ്ങളും പറയുന്നത്. അപ്പോൾ ഈ ആദിത്യൻ്റെ ഒരു പ്രാധാന്യത്തെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ജ്യോതിഷത്തിൽ ആദിത്യൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന പ്രകാശം പ്രധാനമായിട്ടും സൂര്യൻ്റെയാണ്. സൂര്യൻ്റെ പ്രകാശമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമ്മളുടെ ജീവന ശക്തി എന്ന് പറയുന്നത് സൂര്യനാണ്. ആ സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ് പ്രകൃതിയിൽ സസ്യജാലങ്ങളൊക്കെ വളരുന്നതും ഒക്കെ. നമുക്ക് ആഹാരം കഴിക്കണമെങ്കിൽ പോലും സൂര്യൻ്റെ ആ എനർജി വേണം. അപ്പോൾ സൂര്യനാണ് നമുക്ക് 100% എനർജിയും തരുന്നതെന്ന് പറയണം. അതുകൊണ്ട് തന്നെ സൂര്യന് ഏറ്റവും പ്രാധാന്യമുണ്ട്. ആദിത്യൻ, ഈ സൂര്യൻ ഒരു വ്യക്തിയുടെ ആത്മബലത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ആത്മകാരകത്വം തന്നെ സൂര്യനാണ് ജ്യോതിഷത്തില്. ഇപ്പൊ സൂര്യന് ബലമുണ്ടെങ്കിൽ ആത്മബലമുള്ള വ്യക്തിയായിരിക്കും. സൂര്യന് ബലക്കുറവാണെങ്കിൽ ആത്മബലം കുറവുള്ള ആളായിരിക്കും. അങ്ങനെ ആത്മബലം കുറവുള്ള അല്ലെങ്കിൽ സൂര്യന്റെ വീക്ക്നെസ് ഉള്ള, അതായത് സൂര്യന്റെ എനർജിയുടെ പ്രശ്നമുള്ള ഒരു ആൾക്ക് എന്തൊക്കെ പരിഹാരമാണ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുക? ആത്മബലം ഉണ്ടാക്കുന്നതായിട്ടുള്ള മന്ത്രങ്ങൾ കൂടുതൽ പ്രയോഗിക്കുക. ആദിത്യ ഹൃദയം മന്ത്രം നല്ലതാണ്. ഗായത്രി മന്ത്രം നല്ലതാണ്. പിന്നെ നമശിവായ മന്ത്രം നല്ലതാണ്. ഈ വക മന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതുകൊണ്ട് സൂര്യൻ്റെ ബലം വർദ്ധിച്ചു കിട്ടും. അവരുടെ ആത്മബലത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന വിധത്തിൽ. ഇപ്പൊ സൂര്യന്റെ ബലം അത് ഉള്ള ഒരു വ്യക്തിക്ക് ഏതൊക്കെ മേഖലകളിലാണ് ശോഭിക്കാൻ പറ്റുന്നത്? സൂര്യന്റെ ബലം തീരെ ഇല്ലാത്ത അവസ്ഥ ആർക്കും ഉണ്ടാകില്ല. കുറച്ചെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സൂര്യന്റെ ബലം നിർണായകമാകുന്നു എന്ന് പറയുമ്പോൾ പോലും തീരെ വീക്ക്നെസ് ആർക്കും ഉണ്ടാവുന്നില്ല. ഏതെങ്കിലും തരത്തിൽ സൂര്യന്റെ സ്വാധീനം അവരുടെ ജാതകത്തിൽ ഉണ്ടാവും. കാരണം രാശിചക്രത്തിൽ 12 രാശികളാണുള്ളത്. 12 രാശികളുടെ അധിപൻ സൂര്യനാണെന്നാണ് പറയുക. ഈ 12 രാശികൾക്കും ആധിപത്യം വഹിച്ചിരിക്കുന്ന ഗ്രഹം സൂര്യനാണെന്നുള്ളതുകൊണ്ട് എല്ലാ രാശിയിലും സൂര്യന്റെ ഒരു ദൃഷ്ടി അല്ലെങ്കിൽ ഒരു ബന്ധം അതിനകത്ത് വരും. ഇനി സൂര്യന്റെ ഡയറക്റ്റ് അല്ല എങ്കിൽ പോലും ഇപ്പൊ സൂര്യനിൽ നിന്ന് കിട്ടുന്ന രശ്മിയാണ് ചന്ദ്രന്. ആ ചന്ദ്രന് ബലം കൊടുക്കുന്നത് സൂര്യനിൽ നിന്നുള്ള രശ്മി തന്നെയാണ്. ആ ചന്ദ്രന്റെ സ്വാധീനം അതിനകത്ത് വന്നിട്ടുണ്ടാവും. അങ്ങനെ ഏതെങ്കിലും ഗ്രഹത്തിന്റെ സ്വാധീനം ഓരോ ജാതകത്തിലും വന്നിട്ടുണ്ടാവും. അത് വെച്ചുകൊണ്ട് ആ സ്വാധീനം വർദ്ധിപ്പിക്കുക. സ്വാധീനം തീരെയില്ലാത്ത ഗ്രഹങ്ങളുടെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പരിഹാരങ്ങളും പറയാം. അതുപോലെ ജാതകത്തിൽ സൂര്യന്റെ ബലം നല്ലപോലെയുള്ള ഒരാൾക്ക് എന്തൊക്കെ ലക്ഷണങ്ങളായിരിക്കും ഉണ്ടാവുക? മുഖത്തെ പ്രകാശം തന്നെ ഏറ്റവും പ്രധാനം. പിന്നെ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ, സർക്കാർ തലത്തിലുള്ള തൊഴിലുകൾ, രാഷ്ട്രീയത്തിലുള്ള വിജയങ്ങൾ, ഇതൊക്കെ സൂര്യനിൽ നിന്ന് കിട്ടുന്നതാണ്. ഒരു ഗൃഹത്തിന്റെ നാഥൻ എന്ന പോലെ തന്നെ ദേശത്തിന്റെ നാഥനായിട്ട് മാറുക. അതായത് രാഷ്ട്രീയത്തിലൊക്കെ ശോഭിക്കാനുള്ള അവസ്ഥ വരും. നേതൃത്വത്തിലേക്ക് വരിക, ആചാര്യ പദവിയിലേക്ക് വരിക. അതൊക്കെ സൂര്യൻ്റെ കൊണ്ട് കണക്കാക്കാറുണ്ട്. ആത്മബലം ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ആചാര്യ പദവിയിൽ എത്താനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഇപ്പം നമ്മൾ സൂര്യന്റെ അനുഗ്രഹം കൂടുതലുള്ള ആളുകളുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ സൂര്യന്റെ അനുഗ്രഹം കുറഞ്ഞ ആളുകൾ, അവർക്ക് എന്തൊക്കെ വെല്ലുവിളികൾ നേരിടേണ്ടി വരും?
അധികാര സ്ഥാനത്തു നിന്നുള്ള സപ്പോർട്ടുകളൊന്നും കിട്ടില്ല. ആ. ഏത് കുടുംബത്തിൽ കാര്യത്തിന് നിന്നുള്ള സപ്പോർട്ട് കുറയുക അങ്ങനെയൊക്കെ അതും വരാം. ഏത് കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സങ്ങൾ കൂടുതലായിരിക്കും അവർക്ക്. അതുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണം വളരെ കഷ്ടപ്പെട്ടാണ് സാധിക്കുക. ഈ സൂര്യനും ശനിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സൂര്യന്റെ മകനാണ് ശനി എന്നാ പറയാ. അപ്പോൾ സൂര്യന്റെ ബലം കുറഞ്ഞ ഒരാൾക്ക് ശനിയുടെ മന്ത്രങ്ങള്, ശനീശ്വര മന്ത്രങ്ങളൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ സൂര്യനും ശനിയും ശത്രുക്കളാണ്. ഇപ്പൊ ശനിയുടെ മന്ത്രം ജപിച്ചതുകൊണ്ട് സൂര്യന്റെ ബലം വർദ്ധിപ്പിക്കാൻ കഴിയില്ല. അർക്കപുത്രോ അതിവഞ്ചക എന്നാ പറയാ. ശനിയെക്കുറിച്ച് അതിവഞ്ചകനായിട്ടുള്ള ഗ്രഹം എന്നാ പറയാ. പക്ഷെ ശനി വഞ്ചന കാണിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ശനി പലപ്പോഴും ജീവിതത്തിലെ ഭക്തിയെ ഉറപ്പിക്കുന്ന ഗ്രഹം ശനിയാണ്. ആത്മീയമായിട്ടുള്ള എന്ന് പറയുമ്പോൾ ആത്മീയ ബലം കൊടുക്കലല്ല, മറിച്ച് കഷ്ടതകൾ അനുഭവിക്കുന്ന സമയത്താണ് ആളുകൾ ദൈവത്തെ വിചാരിക്കുക. അതുകൊണ്ട് ആ കഷ്ടതകൾ കൊടുത്ത് ആളുകളെ കൊണ്ട് ദൈവത്തിനെ വിചാരിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ ശനിക്ക് സാധിക്കും. അതെ. അതുപോലെ ഭാഗവത്തില് ഒരു കഥാപാത്രമാണ് കുന്തിദേവി. ഭാരതത്തിലും മഹാഭാരതത്തിലൊക്കെ പറയുന്നുണ്ട്. കുന്തിദേവി ദിവസവും പ്രാർത്ഥിക്കായിരുന്നു, ഭഗവാനെ എനിക്ക് ദുഃഖം തരണേന്ന്. ദുഃഖം തരുന്ന സമയത്തെല്ലാം ഞാൻ ഭഗവാനെ കുറിച്ച് ആലോചിക്കും. ആ ദുഃഖം കിട്ടുമ്പോൾ അതിൻ്റെ മോചനത്തിന് വേണ്ടി ഭഗവാനെ പ്രാർത്ഥിക്കും. അങ്ങനെ ഭഗവാൻ എനിക്ക് സഹായത്തിനെത്തും. അപ്പോൾ ഭഗവാൻ എനിക്ക് സഹായത്തിനെത്തണമെങ്കിൽ ദുഃഖം തന്നാലേ ഇത് സാധ്യമാവുള്ളൂ. എനിക്ക് ഭഗവാനെ കുറിച്ചുള്ള ചിന്ത വരുള്ളൂ. അതുകൊണ്ട് എനിക്ക് ദുഃഖം തരണേ ഭഗവാനെ എന്ന് കുന്തിദേവി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതായത് അതേപോലെ ആദിത്യൻ തരുന്ന യോഗങ്ങൾ എന്തൊക്കെയാണ്? ആദിത്യൻ തരുന്ന യോഗം കൂടുതൽ എനർജി വേസ് തന്നെയാണ്. പ്രകാശം തരുന്നത് ഞാൻ പറഞ്ഞു, പിന്നെ നമുക്ക് ആഹാരം തരുന്നത് അത് സൂര്യനാണ്. അങ്ങനെ എല്ലാ തരത്തിലുള്ള എനർജിയും നമുക്ക് തരുന്നത് സൂര്യനാണ്. നമുക്ക് വെളിച്ചം ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് ഒരു പാടവത്തോട് മുമ്പോട്ട് നീങ്ങാൻ പറ്റില്ല. അത് തരുന്ന സൂര്യൻ തന്നെയാണ്. അപ്പം അതുകൊണ്ട് സൂര്യൻ്റെ ആനുകൂല്യം കൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ എല്ലാ മുന്നേറ്റങ്ങളും ഉണ്ടാകുക. അതുപോലെ ഞായറാഴ്ച സൂര്യൻ്റെ ദിവസമാണ്. ആ ദിവസം ആദിത്യോപാസന നടത്തുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ആദിത്യോപാസന എന്നും നടത്തുന്നത് നല്ലതാണ്. ഞായറാഴ്ചകളിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു മാത്രം. അത് അന്ന് ആദിത്യന്റെ മന്ത്രങ്ങൾ ജപിക്കുക അങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? ആദിത്യന്റെ മന്ത്രങ്ങൾ ജപിക്കാം. അന്ന് വ്രതം ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാകാം. അതൊക്കെ ആരോഗ്യത്തിന് വളരെ സഹായകമാണ്. ആരോഗ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആദിത്യനും ആരോഗ്യവും തമ്മിൽ എന്താ ബന്ധം? എനർജി തരുന്നത് സൂര്യനാണെന്ന് ഞാൻ പറഞ്ഞു. എനർജി ഇല്ലെങ്കിൽ ആരോഗ്യം ഇല്ലാത്ത അവസ്ഥയായി. അതെ. അപ്പോൾ ഈ നമ്മളൊരു അസുഖം വരുമ്പോൾ, എന്തെങ്കിലും രോഗാവസ്ഥ വരുമ്പോൾ ആദിത്യനെ പ്രത്യേകമായി പൂജിക്കുകയോ അല്ലെങ്കിൽ ആദിത്യ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ശമനം കിട്ടുമോ? തീർച്ചയായിട്ടും. എന്താ ചെയ്യേണ്ടത് അതിന്? ഏറ്റവും നല്ലത് സൂര്യഗായത്രി മന്ത്രം ജപിക്കുക, അല്ലെങ്കിൽ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക, ശിവപഞ്ചാക്ഷരം ജപിക്കുക. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്.